നമസ്കാരം. വിഷൻ 2040 വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുമ അനിൽ. പ്രധാന തലക്കെട്ടുകൾ. വിദേശ കാഴ്ചകൾ, ആരോഗ്യ വാർത്തകൾ, കുട്ടികളുടെ മാനസികാരോഗ്യം, വിദ്യാഭ്യാസ വാർത്തകൾ, തൊഴിൽ വാർത്തകൾ, ഇടവക വാർത്തകൾ. വാർത്തകൾ വിശദമായി. വിദേശ കാഴ്ചകൾ. ഹായ് എവ്രി വൺ, അലീഷയാണ്. ഇന്ന് വേറൊരു സ്ഥലം കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മോൺട്രിയാൽ എന്ന് പറയുന്ന വേറൊരു പ്രോവിൻസ് ആണത്. അവിടെയുള്ള ഒരു ബസിലിക്ക ചർച്ച് ഞാൻ കാണിക്കാം. നോട്രി ഡം ചർച്ച് എന്നാണ് അതിന് പറയുന്നത്. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളുമായി കാണാം. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി പിന്നെയും കാണാം. ആരോഗ്യ വാർത്തകൾ. പ്രമേഹത്തെക്കുറിച്ച് ഡോക്ടർ ആശിഷ് വിശദീകരിക്കുന്നു. നമസ്കാരം. ആരോഗ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആശിഷ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നതിനെ പറ്റിയാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുക. ഒന്ന്, പ്രമേഹം കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകളെ പറ്റിയും, പിന്നെ പ്രമേഹം വന്നാൽ ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ അഥവാ മാറ്റങ്ങളെ പറ്റിയുമാണ്. പ്രമേഹം കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും HbA1c. ഈ ടെസ്റ്റിലൂടെ കഴിഞ്ഞ 3 മാസത്തിലുള്ള ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെ ശരാശരി അളവ് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ടെസ്റ്റ് ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും ഫാസ്റ്റിംഗ് ആവശ്യമില്ലാത്തത് കൊണ്ടും പിന്നെ 3 മാസത്തെ ഏകദേശം ആവറേജ് ഷുഗർ ലെവൽ അറിയാവുന്നത് കൊണ്ടും ഡോക്ടർമാർ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ടെസ്റ്റിലാണ് ആശ്രയിക്കുന്നത്. HbA1cയുടെ ലെവൽ 5.7% താഴെയാണെങ്കിൽ അത് നോർമലായിരിക്കും. 5.7 to 6.4% ആണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് ആയിട്ടും 6.4% മേളിലാണെങ്കിൽ അത് ഡയബറ്റീസ് ആയിട്ടും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ ഈ ടെസ്റ്റ് ചെയ്യുകയും കണ്ടുപിടിക്കുകയും ചെയ്താൽ മരുന്നുകളില്ലാതെ തന്നെ ഡയറ്റിൻ്റെയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ക്രമീകരണങ്ങളിലൂടെയും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് അകന്നു നിൽക്കാം. അടുത്തതായി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ് FBS. 8 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം ബ്ലഡ് ഷുഗറിൻ്റെ അളവ് നോക്കുന്നതിനെയാണ് FBS എന്ന് പറയുക. ഇത് 110-ൽ താഴെയാണെങ്കിൽ അത് നോർമലായിരിക്കും. 110-നും 125-നും ഇടയിലാണെങ്കിൽ അത് പ്രീ ഡയബറ്റീസ് ആയിട്ടും 126-ഉം അതിന് മേളിലാണെങ്കിൽ ഡയബറ്റീസ് ആയിട്ടും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. അടുത്തത് PPBS എന്നത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ചെയ്യുന്ന ബ്ലഡിലെ ഷുഗറിൻ്റെ ടെസ്റ്റിനെയാണ് PPBS എന്ന് പറയുക. ഇത് നോർമലാണെങ്കിൽ 140-ന് താഴെയായിരിക്കും. 140-ഉം 199-നും ഇടയാണെങ്കിൽ പ്രീ ഡയബറ്റീസ് ആയിട്ടും
200 അതിന് മുകളിലാണെങ്കിൽ ഡയബറ്റീസ് ആയിട്ടും കാണപ്പെടുന്നു. പ്രമേഹം മൂലം ശരീരത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുത്തിലും കക്ഷത്തിലുമുള്ള കറുത്ത പാടുകൾ, അമിത ക്ഷീണം, അമിതദാഹം, പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, ഇവയെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. ഈ രോഗത്തിനെ പറ്റിയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനുള്ള മറുപടി അടുത്ത ക്ലാസ്സിൽ പറയുന്നതാവും. അതിൻ്റെ ഒപ്പം ഈ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നന്ദി. കുട്ടികളുടെ മാനസികാരോഗ്യം. കുട്ടികളുടെ ഉത്കണ്ഠ രോഗത്തെക്കുറിച്ച് ക്രിസ്റ്റീന ജോർജ് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന ജോർജ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളിലെ ഉത്കണ്ഠ രോഗത്തിനുള്ള പ്രതിവിധികളെ പറ്റിയാണ്. മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി കുട്ടികളിലെ സോഷ്യൽ ഫോബിയ കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ മാർഗം കൃത്യമായ ഡയറ്റും ഉറക്കവും. കുട്ടികൾക്ക് സമീകൃത ആഹാരം നൽകുകയും ജങ്ക് ഫുഡ് ഒഴിവാക്കുകയും വേണം. കുട്ടികൾക്ക് കൃത്യമായ ഉറക്കം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് മാതാപിതാക്കൾ ഉറപ്പാക്കുകയും ഇല്ല എങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം. അടുത്തതായി, സമൂഹമധ്യേ സംസാരിക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. ഉദാഹരണത്തിന്, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് അവരുടെ പേരുകൾ ചോദിപ്പിക്കുക. ഇത്തരത്തിൽ ചെറിയ ചെറിയ സംഭാഷണങ്ങൾക്കായി കുട്ടികളെ പരിശീലിപ്പിക്കുക. ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ വീടുകളിൽ മാതാപിതാക്കൾക്ക് പരിശീലിപ്പിക്കാവുന്നതാണ്. ഇതിനു പുറമെ വിദഗ്ധരുടെ കൗൺസിലിംഗ് സേവനങ്ങളും തെറാപ്പികളും നൽകാവുന്നതാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനറൽ ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. നന്ദി. വിദ്യാഭ്യാസ വാർത്തകൾ. വിദേശ പഠനത്തിൽ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ച് ലിൻഡുമോൾ ജെയിംസ് സംസാരിക്കുന്നു. വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിൻഡുമോൾ ജെയിംസ്. വിദേശ പഠനത്തിനായി വിദ്യാർത്ഥികൾ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദേശ പഠനത്തിൽ പ്രഥമ പരിഗണന നൽകേണ്ട കാര്യം എന്തു പഠിക്കണം എന്നതാണ്. തുടർന്ന് കോളേജ്, യൂണിവേഴ്സിറ്റി എന്നിവ കൃത്യമായി തിരഞ്ഞെടുക്കണം. ഓരോ വ്യക്തിയും തങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക. കോഴ്സിൻ്റെ സവിശേഷത, ന്യൂനത എന്നിവ മനസ്സിലാക്കാൻ അനിവാര്യമാണ്. മെഡിസിൻ പോലുള്ള കോഴ്സുകൾ ഒരു രാജ്യത്ത് നിന്ന് പൂർത്തിയാക്കിയാൽ മറ്റൊരു രാജ്യത്ത് അംഗീകാരം ലഭിക്കണമെങ്കിൽ തന്നെ ചില തുടർ പഠനങ്ങളും പരീക്ഷകളും നടത്തേണ്ടി വരും. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് താല്പര്യപ്പെടുന്നവർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 4 വർഷ പ്രീ മെഡിക്കൽ, ഡെന്റൽ, വെറ്ററിനറി, ഫാർമസി തുടങ്ങിയ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പഠിക്കാം. തുടർന്ന് MCAT, DCAT, LSAT, VSAT പരീക്ഷകൾ എഴുതി പ്രൊഫഷണൽ ബിരുദ പ്രോഗ്രാമിന് പഠിക്കാം. പാരാമെഡിക്കൽ, നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ സാധ്യത ഏറെയാണ്. കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പാരാമെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അവസരങ്ങൾ അനവധിയാണ്. മാനേജ്മെന്റ് പഠനത്തിനായി മികച്ച ബിസിനസ് സ്കൂളുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അസോസിയേഷൻ ഓഫ് MBA, AMBA, ക്വാക്വാരലി സിമൺസ്, QS, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിംഗ്, THE എന്നീ റാങ്കിംഗ് വിലയിരുത്തി മികച്ച ബിസിനസ് സ്കൂളുകൾ തിരഞ്ഞെടുക്കണം. നിരവധി ഓൺലൈൻ കോഴ്സുകൾ വിദേശ സർവകലാശാലകൾ നടത്തിവരുന്നു. EDX, കോഴ്സെറ, ഫ്യൂച്ചർ ലേൺ എന്നിവ പ്രധാന പ്ലാറ്റ്ഫോമുകളാണ്. ഇത്തരം കോഴ്സുകൾക്ക് ഫീസ് നിരക്ക് കുറവാണ്. കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഭാവിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഏത് രാജ്യത്ത് പഠിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നന്ദി. തൊഴിൽ വാർത്തകൾ. ഈ ആഴ്ചയിലെ ചില പ്രധാന തൊഴിലവസരങ്ങളെക്കുറിച്ച് ജോസിറ്റ പീറ്റർ സംസാരിക്കുന്നു. നമസ്കാരം. തൊഴിൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോസിറ്റ പീറ്റർ. കേന്ദ്ര പോലീസിൽ 11,927 ഒഴിവുകൾ. കേന്ദ്ര പോലീസിൽ 11,927 ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ 7,565 കോൺസ്റ്റബിൾസ്, 3,073 സബ് ഇൻസ്പെക്ടേഴ്സ്, 737 കോൺസ്റ്റബിൾ ഡ്രൈവർമാർ, 552 ഹെഡ് കോൺസ്റ്റബിൾസ് എന്നീ ഒഴിവുകളാണ് ഉള്ളത്. വിശദ വിവരങ്ങൾക്ക് www.ssckr.kkr.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കാനറ ബാങ്കിൽ 3,500 അപ്രന്റീസ് ഒഴിവുകൾ. കേരളത്തിൽ 243 പേർക്ക് തൊഴിലവസരം. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.canarabank.bank.in. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 1,149 അപ്രന്റീസ് ഒഴിവുകൾ. പാട്ന ആസ്ഥാനമാക്കിയ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 1,149 പേർക്ക് അപ്രന്റീസുമാരായി അവസരം.
യോഗ്യത ITI. ഒക്ടോബർ 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.indianrailways.gov.in. അടുത്ത ആഴ്ച പുതിയ തൊഴിൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി. ഇടവക വാർത്തകൾ. ലീജിയൻ ഓഫ് മേരി വാർഷിക യോഗം നടത്തപ്പെട്ടു. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാൾ കമ്മിറ്റി യോഗം നടത്തപ്പെട്ടു. ഈ ആഴ്ചയിൽ നടന്ന കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ യോഗങ്ങൾ. സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മ എലിസബത്ത് സൈമൺ വല്യയ്യത്തിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ ജോസഫ് തെങ്ങന്തറയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മ ഡില്ലൻ സാന്റോസിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഓൾ സെയിൻസ് പാറമ്പുഴ കുടുംബ കൂട്ടായ്മ ജോസഫ് M കടുമ്പുകാലയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സെന്റ് ജൂഡ് അമലഗിരി കൂട്ടായ്മ മനോജ് കുറിയാലിമലയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വാർത്തകൾ അവസാനിച്ചു. നന്ദി.